മുഖ്യമന്ത്രിക്ക് പ്രതിച്ഛായ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രതിച്ഛായ കൂട്ടിയെടുക്കാനായിട്ട് ഏജൻസികളെ ആശ്രയിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം വെറുതെയാണ്. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ മിസ്റ്റർ മരുമകനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഇപ്പോ വെളിയിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് വളരെ, അതായത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPM-നും ഇടതുപക്ഷ മുന്നണിക്കുമൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ വെളി വന്നേക്കുന്നത്. ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിൽ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ നടത്തുന്നത് കേരള ഹൗസിൽ വെച്ചാണ്. അതായത് ന്യൂഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പോരാന്ന് തോന്നിയപ്പോൾ കുറെ കൂടെ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് ഇച്ചിരൂടെ വൃത്തിയായിട്ടൊന്ന് ചേർക്കാനായിട്ട് ഏജൻസിയെ എടുത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ ഏജൻസി അത് വളരെ സന്തോഷം സ്വീകരിച്ചു, അവർ ശരിയാക്കി കൊടുത്തു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അത് അറിയാൻ വയ്യാതെ പറഞ്ഞൊന്നുമല്ല. അതായത് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇതുപോലെ സ്വർണം പിടിച്ചിട്ടുണ്ട്, ഇത്രത്തോളം 185 കിലോ സ്വർണം പിടിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ അളവൊക്കെ കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹവാല പണം പിടിച്ചു. ഇതൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതാണെന്നും കൂടെ അങ്ങ് കാച്ചി. അപ്പൊ ഇത് ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുന്നത് മനഃപൂർവ്വമാണ്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. കാരണം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മുഴുവനായിട്ട്, അതായത് നമ്മുടെ ഇന്ത്യ മുഴുവനായിട്ട് ഇത് വ്യാപിക്കും, അതാണ് കാര്യം. അപ്പൊ അതിനകത്ത് വലിയ ശ്രദ്ധ കിട്ടും മാത്രം. പക്ഷെ ഇതിന്റെ കുഴപ്പം ആലോചിക്കുന്നില്ല. ഈ മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ട് ഉണ്ട്, അവിടെ സ്വർണം കൊണ്ടുവന്ന് ഓരോരുത്തന്മാർ കള്ളക്കടത്ത് നടത്തും. മലപ്പുറം ജില്ലയിലെന്നല്ല, എല്ലാ എയർപോർട്ടിലും നടത്താറുണ്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളിടത്ത്. മലപ്പുറം ജില്ലയിൽ കുറച്ച് കൂടുതലുണ്ട്. കാരണം അത് ഈ കൊണ്ടുവരുന്ന ഒരുപാട് കാട്ടുകള്ളന്മാർ സ്വർണം കൊണ്ടുവരാറുണ്ട്. ഈ സ്വർണം കൊണ്ടുവരുന്നവരൊന്നും മലപ്പുറം ജില്ലക്കാരൊന്നും അല്ല. അത് പല ജില്ലകൾ, അതായത് കാസർഗോഡ് വരെയുള്ള ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയുള്ളതും കരിപ്പൂർ വന്നിറങ്ങും ആളുകൾ, അതിന് ഇപ്പുറത്തോട്ടുള്ള ആളുകളും വന്നിറങ്ങും. തൃശ്ശൂരിന് അപ്പുറത്തോട്ടുള്ള ആളുകളും അവിടെ വരാറുണ്ട്, കൂടുതലും അങ്ങനെ വരുന്നേ. പിന്നെ കരിപ്പൂർ എയർപോർട്ട് വഴി അത് കുറച്ച് സൗകര്യം ഉണ്ടെന്ന് കാണുന്നത് കൊണ്ട് മറ്റ് ജില്ലക്കാരും ഒക്കെ അവിടെ വരും. അപ്പൊ ഈ പിടിക്കുന്ന സ്വർണ്ണമൊന്നും ഈ മലപ്പുറംകാരുടെ ഒന്നും അല്ല. അതിന്റെ ഒരു ഭാഗം മലപ്പുറത്ത് കണ്ടേക്കും, എല്ലാ ജില്ലയിലും ഉള്ളതുപോലെ തന്നെ. പക്ഷേ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇത് പിടിച്ചു, മലപ്പുറം ജില്ലക്കാരിൽ ഹവാല പണം പിടിച്ചു. ഈ ഹവാല പണം പോലും മലപ്പുറം ജില്ലയിൽ നിന്നൊന്നും അല്ല വരുന്നത്. മലപ്പുറത്ത് ഒരുപാട് പേര് ഇത് പാസ് ചെയ്ത് കൊണ്ടുപോകും, അതുവഴി കാസർഗോഡൊക്കെ ധാരാളം പോകുന്നതാണ് ഇതൊക്കെ. അപ്പൊ അത് മലപ്പുറത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ക്ലച്ച് പിടിക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. അദ്ദേഹത്തിന് പറ്റിപ്പോയതാണ് മലപ്പുറം. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ആലോചിക്കാതെ അങ്ങ് പറഞ്ഞുപോയി. അപ്പോൾ മാത്രമല്ല, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങളെ തൊട്ട് കളിച്ച് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഏതെങ്കിലും മാധ്യമങ്ങളെ, അത് ദൃശ്യ പത്ര മാധ്യമങ്ങളെ, അവരെ തൊട്ട് കഴിച്ച് ആരെങ്കിലും രക്ഷപ്പെടാറുണ്ടോ? ഒരിക്കലുമില്ല. അവരെ ഊതിക്ക് നാശപ്പെടുത്തി കളയും, ഒരു സംശയം വേണ്ട. അത് മാധ്യമങ്ങൾ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടോ. ഇപ്പോൾ നമ്മളൊരു പത്രത്തിനെതിരെ ആയാലും അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമത്തിനെതിരെ ആയാലും അല്ലെ റിപ്പോർട്ടേഴ്സിനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞോളൂ, ആരെങ്കിലും ചീത്ത പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും മുതലെടുക്കാൻ വേറെ ആളുകൾ ശ്രമിക്കാറില്ല. പക്ഷേ മറ്റ് മാധ്യമങ്ങളല്ല അതിൻ്റെ കൂടെ നിൽക്കും. അത് കാക്കക്കൂട്ടിൽ നമ്മൾ ആക്രമിക്കുന്ന മാതിരിയാണ്. കാക്കകളെല്ലാം കൂടെ വന്ന് കൊത്തത്തില്ല എന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങൾ അത് പിടിച്ചു നിർത്തും. ഇവിടെ അദ്ദേഹത്തിന് അവസാനം നിക്കക്കള്ളിയില്ലാതെ വന്നു. ഈ മലപ്പുറത്തെ എന്തിനിങ്ങനെ പറഞ്ഞു? മലപ്പുറത്തെ ജനങ്ങളെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? PV അൻവർ മലപ്പുറംകാരനായിപ്പോയതുകൊണ്ട് മലപ്പുറത്തുള്ളവരെല്ലാം വൃത്തികെട്ടവരാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും, അവരടുത്തുള്ള PV അൻവറിനോട് വിരോധം ഉണ്ടെങ്കിൽ മലപ്പുറത്തുള്ളവരടുത്ത് ആ വിരോധം കാണിക്കേണ്ട കാര്യം എന്താണ് മലപ്പുറം ജില്ലയോട് എന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് നിൽക്കക്കള്ളി ഇല്ലാതായി. അപ്പൊ പറഞ്ഞു അത് ആ ദേശീയ ദിനപത്രം, ഹിന്ദു എന്ന് പറയുന്ന പത്രം ഞാൻ വായിക്കുന്ന പത്രമാണ്, ദേശീയ ദിനപത്രത്തിന്, അതിന് ഹിന്ദുവിന് അത് ശരിയായിട്ടല്ല ആ വാർത്ത കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദുവിന് അങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അവരൊരു വിശദീകരണ കുറിപ്പ് അങ്ങ് എഴുതി. ശരിയാണ്, കാരണം ഇത് അഭിമുഖത്തിൽ പറഞ്ഞായിരിക്കണോ എന്നില്ല. കാരണം ഇതൊരു ഏജൻസിയാണ് ഈ അഭിമുഖം തരപ്പെടുത്തി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോഴാണ് ഏജൻസിയുടെ കാര്യം പറയും, ഇത് വെളി വരുമെന്നുള്ളത് അദ്ദേഹം വിചാരിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞേ,
ഈ മാധ്യമങ്ങളോട് വഴക്ക് അടിക്കാൻ പോയാലോ പിണങ്ങാൻ പോയാലോ അവരെ കള്ളന്മാരെന്ന് വിളിക്കാൻ പോയാലോ വലിയ അപകടമുണ്ട്. അപ്പൊ ഹിന്ദുവിനൊക്കെ ഇതിന്റെ ഒരു ആവശ്യമില്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് ഇതുപോലെ ഒരു വാർത്ത പറഞ്ഞിട്ട് ഹിന്ദുവിനൊന്നുമില്ല. ഹിന്ദു ദിനപത്രം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ദിനപത്രമാണ്. അത് ഈ ആരെക്കുറിച്ചും അവര് വളരെ ഇത് ഇന്നാരാണെന്നൊന്നും അവർക്ക് പ്രശ്നമല്ല, എഴുതും. പക്ഷെ അവർ ഫാക്ട്സ് എഴുതി വെക്കും. എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ വന്ന എന്താ കാര്യം, വെളിയിൽ വന്ന വർത്തമാനം എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അതായത് ഈ കൈസൺ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് PR ഏജൻസി. അവര് ഈ കൈസണിലെ വന്നപ്പോൾ എന്താണെന്നറിയോ, റിലയൻസിന് അതിൽ 76% ഓഹരിയുണ്ട്. അപ്പൊ എങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മളൊന്ന് കണ്ടോളൂ. റിലയൻസ് ഏതായാലും കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും അല്ലല്ലോ റിലയൻസ് എന്ന് പറയുന്നത്. അവര് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു മൂടുപട വിട്ട് നടക്കുന്ന ആളുകളാണ് ഇപ്പോഴും. BJPക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ BJP എന്തും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. റിലയൻസിന് നമ്മുടെ രാജ്യം തന്നെ ഒരുപാട് എഴുതി കൊടുത്തിട്ടില്ലേ, ആ രീതിയിലാണ് വന്നേക്കുന്നത്. അദാനിയും അംബാനിയും ആണ്, ഇവർ രണ്ടുപേർക്കും ആണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂരിഭാഗവും ഏതാണ്ടൊക്കെ എഴുതി കൊടുത്തു വെച്ചേക്കുന്നത് അവർക്കാണ്. എന്ന് പറഞ്ഞ പോലെ 76% ഓഹരി റിലയൻസിന് ഈ കൈസണിലുണ്ട്. മാത്രമല്ല, അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത വെളി വന്നത്, ഒരു സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സീനിയർ മാനേജർ, അയാളാണ് മുഖ്യമന്ത്രിയോടൊപ്പം അതിലുണ്ടായിരുന്നത്. പത്രസമ്മേളനം, മുഖ്യമന്ത്രി പത്രസമ്മേളനം അല്ലെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഇയാൾക്കെന്തോ ഈ പൂച്ചയ്ക്ക് പൊന്നു എന്താ കാര്യം എന്ന് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ റിലയൻസിന്റെ മേധാവിക്ക് ഈ നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കുന്നിടത്ത് എന്താ കാര്യം, അത് ചിന്തിക്കണ്ടേ. എന്നിട്ട് ഈ സുബ്രഹ്മണ്യമാണ് ബാക്കി ഇത് സപ്ലൈ എന്ന് അവർ പറഞ്ഞു. കാരണം അതിൽ പറയാൻ വിട്ടുപോയത് നേരത്തെ മുഖ്യമന്ത്രി കേരളത്തിൽ പറഞ്ഞ കാര്യമാണ്, ഇതും കൂടെ അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അവരത് എടുത്തിട്ട് അലക്കിയെന്ന് പറഞ്ഞാൽ അവരെടുത്ത് വെളിവാക്കി. അവർക്ക് മറച്ചു വെക്കേണ്ട ഒരു കാര്യം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഇതിപ്പോ ഈ സുബ്രഹ്മണ്യന്റെ ഇടപെടലും അതുപോലെ റിലയൻസിന്റെ ഇതൊക്കെ വന്നേക്കുന്നതെല്ലാം ഇത് വന്നത് മൂലമാണല്ലോ. മാത്രം ഈ PR ഏജൻസിയെ കുറിച്ച് എന്തുവാ കാര്യം, മുഖ്യമന്ത്രിയുടെ മരുമകൻ പറയുന്നത് കേട്ടു. അതായത് മുഖ്യമന്ത്രിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ PR ഏജൻസിയുടെ കാര്യമൊന്നുമില്ല. എന്നാൽ PR ഏജൻസി ഏർപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇനി ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം അവർ സപ്ലൈ ചെയ്തതാണെന്നുള്ളത് പത്രം അടിച്ച് റെഡിയാലാക്കി വെളിയിൽ ആക്കിയിട്ടുണ്ട്. അതിന്ന് മാതൃഭൂമിയിലും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി ഈ പ്രതിച്ഛായ നന്നാക്കാൻ ഈ കള്ളത്തരങ്ങളും ഒക്കെ കാണിക്കാനായിട്ട് PR ഏജൻസി വെക്കുന്ന എന്തിനാണ്? PR ഏജൻസി ആണെങ്കിൽ ഇവിടുത്തെ PR ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പിരിച്ചുവിടണമെന്ന് അവർ പറയുന്നതിന് അർത്ഥമില്ലേ? കാരണം ഈ PR ഏജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ വേറെ ആളിനെ വെക്കുന്നത്. അപ്പോൾ PR ഏജൻസിയെ ഇതേപോലുള്ളവരെ അവർ വെറുതെ വന്നൊന്നും ചെയ്യത്തില്ലല്ലോ. അവർക്ക് പണം കൊടുക്കണ്ടേ? ഇത് ആരുടെ പണമായി കൊടുക്കുന്നേ? അത് റിലയൻസ് കൊടുത്തോളുമായിരിക്കും, ശരിയായിരിക്കും. അപ്പം ഇതിനകത്ത് വലിയ പ്രശ്നം വന്നത് എന്താണെന്നറിയാം, മുഖ്യമന്ത്രിക്ക് ഇവരുമായിട്ട് എന്താണ് ഇടപാട്? റിലയൻസിന്റെ ഇത്രത്തോളം പങ്കാളിത്തമുള്ള 76% ഓഹരിയുള്ള ഈ സ്ഥാപനത്തിന് ഇത് കൊടുത്തതെന്ന കാര്യം. അപ്പൊ ഇത് മനഃപൂർവ്വം പറയിപ്പിച്ചേക്കല്ലേ മലപ്പുറം ജില്ലയെക്കുറിച്ച്? അത് നമ്മൾ ചിന്തിക്കണം. അതിനുവേണ്ടി ഈ BJP ആയിട്ട് കൈകോർക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തമാവുകയല്ലേ. ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം അതിന്റെ തെളിവുകൾ വരട്ടെ, വന്നുകൊണ്ടിരിക്കട്ടെ. ഒരുപാട് മോശമായ വാർത്തകളാണ് വെളിയിൽ വരുന്നത്. ഇത് ഇലക്ഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നത് പ്രമാണിച്ച് ഇങ്ങനെ ചെയ്യുകയാണെന്ന് 2 മന്ത്രിമാർ ഇരുന്ന് അങ്ങ് അടിക്കുന്നത് കേട്ടു. ഇതിനൊക്കെ എന്തെങ്കിലും ബോധം തലയിൽ വേണ്ട ഇതൊക്കെ വിളിച്ചു പറയാൻ? PR ഏജൻസിയെ ഇതുപോലെ വന്നപ്പോൾ എന്താ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ലല്ലോ. PR ഏജൻസി ഉണ്ടോ ഇല്ലയോ, അവരുമായിട്ട് ബന്ധമുണ്ടോ? ബന്ധമില്ലെങ്കിൽ ബന്ധമില്ലെന്ന് പറയട്ടെ വെളിയിൽ. പിന്നെ എങ്ങനെയായി വന്നതെന്നും അറിയാമല്ലോ വാർത്ത. പത്രം കറക്റ്റായിട്ട് ക്ലീനായിട്ട് അവർ വെളിയിലാക്കി. ഇന്നാര് ആണ് തന്നേക്കുന്നത്, ഇന്നാര് മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം കേരള ഹൗസിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ ഇത് വരണമെങ്കിൽ, അതായത് ഇതുപോലുള്ള ഈ സുബ്രഹ്മണ്യത്തിനെ പോലുള്ള ഒരാൾ വന്നിരിക്കുന്ന ഈ അഭിമുഖത്തിന്റെ നടക്കുന്ന ആ സമയത്ത് അവിടെ ഹാജരുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരിടപാടും ഇവർ തമ്മിലില്ലേ? അത് മാത്രം ചിന്തിച്ചാൽ മതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഒരു കാര്യം, പറഞ്ഞാൽ ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും തലയിൽ കളിമണ്ണല്ല കേട്ടോ. എല്ലാവരുടെയും തലയിൽ ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള കമ്മ്യൂണിസം ഒന്നും അടിച്ചു കയറ്റി വിട്ടിട്ടില്ല.
അതായത് ഇത് കമ്മ്യൂണിസമാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ളതൊന്നും അടിച്ചു കയറ്റി വിട്ടിട്ടില്ല എന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. കാരണം ഇവിടെ ഇതുപോലുള്ള ജനങ്ങളെ വഞ്ചിക്കുന്ന ഇടപാട്, കാരണം PR ഏജൻസി വെച്ചിട്ട് നിങ്ങളുടെ പ്രതിച്ഛായ, നിങ്ങൾക്ക് എന്ത് നന്നാവാനാണ് നിങ്ങളുടെ പ്രതിച്ഛായ ഇതുമൂലം? ഇതുമൂലം നിങ്ങൾ താഴേക്ക് പോവല്ലേ നിങ്ങളുടെ ഗ്രാഫ്? അത് ചിന്തിക്കണ്ടേ? ഈ മുഖ്യമന്ത്രിക്കെതിരെ വന്ന ഈ ആക്ഷേപം, അതായത് ഇപ്പോൾ ഈ ആരോപണം ഇതിനെ സംബന്ധിച്ച് വന്നേക്കുന്നത്, അത് പറയുന്നത് അദ്ദേഹം ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ നോക്കിക്കൊണ്ട് കാര്യമില്ല, അവരെ ഞാൻ കളഞ്ഞേക്കാം, അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം കുഴപ്പക്കാരെന്ന് പറയുന്നവർ മുഴുവൻ അവർ ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെ SDPIക്കാരും ഒക്കെ ആണെന്നുള്ള ഒരു ആക്ഷേപത്തിൽ അങ്ങ് നിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുന്നു എന്ന് ഈ അദ്ദേഹത്തിനെതിരെ പറഞ്ഞേക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലേ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മന്ത്രി റിയാസിന്റെ പ്രസ്താവന എന്ന് പറയുന്നത് ഇത്, അതായത് ഈ മാധ്യമങ്ങളെല്ലാം വളച്ചൊടിച്ച് വൃത്തികേട് കാണിക്കുകയാണ് എന്ന്. അതായത് ഈ കാണിച്ച മണ്ടത്തരം എല്ലാം ഉണ്ടല്ലോ, അതും മാധ്യമങ്ങളുടെ മണ്ടേ കിടക്കട്ടെ. നോക്കുമ്പോൾ മണ്ടത്തരം ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാസിന് വലിയ ബുദ്ധിയുള്ള ആളെന്നല്ലേ റിയാസ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ അമ്മാവി അച്ഛൻ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്? അത്രയും ചെയ്താൽ മതിയായിരുന്നു.